ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല സിൻഡിക്കേറ്റ് അംഗത്തിന്റെ നിയമനത്തിനെതിരെ പരാതി. റെനി സെബാസ്റ്റ്യന്റെ നിയമനത്തിനെതിരെ സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. അതേസമയം വിദ്യാഭ്യാസ വിദഗ്ധ എന്ന നിലയിലാണ് നിയമനം നടത്തിയതെന്ന് മന്ത്രി ആർ ബിന്ദു പറഞ്ഞു. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമനത്തിലാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി പരാതി ഉന്നയിച്ചത്. സിൻഡിക്കേറ്റിൽ നിന്ന് ഡോക്ടർ KP പ്രേംകുമാർ രാജിവെച്ച ഒഴിവിലേക്കാണ് ഡോക്ടർ റെനി സെബാസ്റ്റ്യനെ നിയമിച്ചത്. ഈ നിയമനത്തിനെതിരെയാണ് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന് മാസപ്പടി നൽകിയതുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയരായ വിദ്യാഭ്യാസ ഏജൻസി സാന്റമോണിക്ക എന്ന സ്ഥാപനത്തിന്റെ ഡയറക്ടറാണ് ഡോക്ടർ റെനി സെബാസ്റ്റ്യൻ. ഈ കാര്യവും പരാതിയിൽ പറയുന്നുണ്ട്. എന്നാൽ വിദ്യാഭ്യാസ വിദഗ്ധ എന്ന നിലയിലാണ് റെനി സെബാസ്റ്റ്യന്റെ നിയമനം നടത്തിയതെന്നാണ് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദു പറഞ്ഞത്. കൂടാതെ സേവ് യൂണിവേഴ്സിറ്റി ഫോറത്തിന്റെ പരാതി തങ്ങൾക്ക് കിട്ടിയിട്ടില്ലെന്നും മന്ത്രി തിരുവനന്തപുരത്ത് പറഞ്ഞു. അവരെ വിദ്യാഭ്യാസ വിചക്ഷണ എന്നുള്ള രീതിയിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്, അല്ലാതെ ഏജൻസിയുടെ ആളെന്നുള്ള നിലയ്ക്കല്ല. പിന്നെ അവർ നിരവധി ഇൻ്റർനാഷണലൈസേഷനെ കുറിച്ചും അതുപോലെ നിരവധി പുതിയ പ്രവണതകൾ, വിദ്യാഭ്യാസ രംഗത്തെ പുത്തൻ ട്രെൻഡുകളെ കുറിച്ച് ലേഖനങ്ങളും പ്രബന്ധങ്ങളും ഗവേഷണാത്മക രചനകളും ഒക്കെ നടത്തുന്ന ആളാണ്. അങ്ങനെ ഒരു കാഴ്ചപ്പാടുണ്ട് അതിനെ സംബന്ധിച്ച് എന്നുള്ളത് കൊണ്ടാണ്. അല്ലാതെ ഇവിടെ നിന്ന് രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികളെ അവർക്ക് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. കഴിഞ്ഞ ദിവസമാണ് ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാലയിലെ സിൻഡിക്കേറ്റ് നിയമനം നടന്നത്. 2 ഒഴിവുകളാണ് നികത്തിയത്. SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയെയും റെനി സെബാസ്റ്റ്യനെയുമായിരുന്നു നിയമിച്ചത്. വിദ്യാർത്ഥി വിഭാഗത്തിലാണ് SFI സംസ്ഥാന പ്രസിഡന്റ് K അനുശ്രീയെ നിർദ്ദേശിച്ചത്. കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.